കേരളം അർഹിക്കാത്ത ഒരു ദുരന്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വന്നത് എന്ന് ഈ ചുരുങ്ങിയ സമയം മലയാളി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. അച്ചടി ഭാഷയിൽ വിവരദോഷം പറയുന്ന ഈ ചെറുപ്പക്കാരനെ എത്രയും വേഗം അഡ്മിറ്റ് ചെയ്താൽ തലയോട്ട് ഇളക്കാതെയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാം. ശസ്ത്രക്രിയയിലൂടെ ഏതെങ്കിലും വിവരദോഷിക്ക് വിവരവും വെള്ളിയാഴ്ചയും ഉണ്ടായതായി ചരിത്രത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു വാക്കുകൾ കൊണ്ടും പ്രയോഗം കൊണ്ടും ഇത്തരക്കാരെ നമുക്ക് നിരൂപണം ചെയ്യാനും കഴിയാത്ത അവസ്ഥയാണ്. പൂമരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും പോത്തുകല്ലുകാർക്ക് ഇയാൾ പൂത്തക്കോടനാണ്. വല്ലാത്ത അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത്. VS അച്യുതാനന്ദൻ്റെ കാല് തൊട്ട് വന്ദിച്ചതുകൊണ്ട് ഒരു തവണ ഈ പുളുന്താൻ സഖാവ് നിയമസഭയിലെത്തി. ആ മനുഷ്യൻ്റെ കാല് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ പുള്ളിയാണ് അതേ കാല് തന്നെ പിടിച്ചത്. തലയിൽ ആപ്പിൾ വീണപ്പോൾ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചെങ്കിലും ഗുരുത്വം എന്നത് നിയമം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതിന് തന്തയും തള്ളയും ആഞ്ഞു പരിശ്രമിക്കണം. സ്വന്തം അച്ഛൻ്റെ പേര് ചേർത്ത് പറയുന്നത് തന്നെ നാണക്കേടായ പുള്ളിയാണ് ഈ സ്വരാജൻ. ഒരിക്കലൊരു ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് A. ജയശങ്കർ ഇയാളെ സ്വരാജ് മുരളീധരൻ നായർ എന്നൊന്ന് പറഞ്ഞുപോയി. അത് ഈ പുരോഗമനവാദിക്ക് ഭയങ്കര പുച്ഛമായി. ചുവപ്പ് കണ്ട കാളയെപ്പോലെ സ്വരാജ് മുക്രയിടാൻ തുടങ്ങി. അവസാനം കേസ് കൊടുത്തെന്നൊക്കെയാണ് കേട്ടത്. സ്വന്തം പേരിനൊപ്പം അപ്പൻ്റെ പേര് ചേർത്ത് പറയുന്നത് നാണക്കേടായ ഈ വിപ്ലവകാരിയാണ് VD സതീശൻ അച്ഛൻ്റെ പേരായ ദാമോദര മേനോൻ എന്ന് പ്രയോഗിച്ചത് വലിയ ആക്ഷേപമായത്. കേരളം അർഹിക്കാത്ത ദുരന്തമാണത്രേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളികൾക്ക് മനസ്സിലായെന്ന്. വകതിരിവോ വിവരമോ ഉള്ള ഒരുത്തൻ ഇങ്ങനെ പ്രസംഗിക്കുമോ? അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി ദുരന്തമായി. അതീവ മാന്യനും ബുദ്ധിജീവിയുമായ ഇയാൾ പിന്നീട് ഒരിക്കൽ കൂടി തൃപ്പൂണിത്തുറയിൽ നിന്നും കരകയറിയിട്ടില്ല. രണ്ടാം പിണറായിയെ ആചാരപൂർവ്വം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന തുടർഭരണ കൊടുങ്കാറ്റിലും ഈ കുറ്റിച്ചൂലുകളെല്ലാം ജയിച്ചിട്ടും തൃപ്പൂണിത്തുറയിൽ ഇയാൾ പരാജയപ്പെട്ടു. പിന്നീട് നിലമ്പൂരിൽ ഒരു പരീക്ഷണത്തിന് വിട്ടു. പോത്തുകല്ലും കവളപ്പാറയും ഒക്കെ ഇയാൾ പിച്ച വെച്ച് നടന്ന സ്ഥലങ്ങളാണ്. സ്വന്തം വാർഡിൽ പോലും ഇദ്ദേഹത്തിന് 10 വോട്ട് കൂടുതൽ കിട്ടിയില്ല. അവിടെയും തോറ്റു തുന്നം പാടി. ആ പുള്ളി പറയുകയാണ് UDFന് അനുകൂലമായൊരു തരംഗം കേരളത്തിൽ വീശി അടിച്ചതിനെ ദുരന്തമായിട്ടാണ് കാണുന്നതെന്ന്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കാം. കാരണം ഓഖിയും നിപ്പയും പ്രളയവും കോവിഡും മറികടന്നവരാണ് നമ്മൾ. UDF ഗവൺമെന്റിനെയും നമ്മൾ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം. ഈ പാർട്ടിയിലുള്ള സകലത്തിൻ്റെയും അഭിപ്രായം ഇതുതന്നെയാണ്. ഭരണം മാറിയെന്നോ സർക്കാർ മാറിയെന്നോ ഒന്നും ഇവരുടെ ചിന്തയിലേക്ക് ഇപ്പോഴും കടന്നു വന്നിട്ടില്ല. കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളം ഭയങ്കരമായി അനുഭവിക്കുകയാണത്രേ. ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് ഒട്ടുമിക്ക അന്തം കമ്മികളും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. എല്ലാ മാസവും തിരഞ്ഞെടുപ്പ് എന്ന ചിന്താഗതിയാണ് ഇപ്പോൾ ഇവരുടെ തലയിലുള്ളത്. ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉള്ള 35 പോയി 0-ലെത്തും. ഇതാണ് ഈ മൊണ്ണകൾക്ക് അറിയാത്ത കാര്യം. സ്വരാജൊക്കെ എങ്ങനെ കിടന്ന് നേരം വെളുപ്പിക്കും? ഇദ്ദേഹം ചുമതല വഹിച്ച് പുറത്തിറക്കുന്ന ദേശാഭിമാനി പത്രത്തിൻ്റെ അവസ്ഥയാണ് അതിലും ഭീകരം. അതിലെ ഉന്നത പത്രാധിപരായ പുത്തലത്ത് ദിനേശനും പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഈ പൂമരത്തിൻ്റെ തലയിൽ മാത്രം വെളിച്ചം കയറത്തില്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി പത്രമായ ദേശാഭിമാനി എഴുതിയ വാർത്തയെ പിണറായി വിജയൻ തന്നെ തള്ളിക്കളഞ്ഞു. വെള്ളം പോകുന്നിടത്തേക്ക് മീൻ പോകുന്നതാണ് രീതി. പിണറായി വിജയൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ചിന്തിക്കുന്നതായിരുന്നു മുൻകാലത്ത് ദേശാഭിമാനിയുടെ രീതി. ഇയാൾ കടിച്ചു പൊട്ടിച്ച് 2 വാക്കുകൾ അക്ഷരസ്ഫുടതയോടെ പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങൾ അത് കേട്ട് കോരിത്തരിക്കുകയാണെന്നാണ് ഈ പാവം കരുതിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിന് വന്ന ED സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടില്ലേ? ഞങ്ങൾ ED സംഘത്തെ ആക്രമിച്ചിട്ടേയില്ല, ഞങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്നായിരുന്നു ഉദ്ഘോഷണം. ഇങ്ങനെയൊന്നും അല്ലടാ ഞങ്ങളുടെ ആക്രമണം. ഈ സ്വരാജ് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു യന്ത്ര മനുഷ്യനോ JCBയോ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുകയുള്ളൂ. ഇപ്പോൾ സഖാക്കൾക്കൊരു ദുഃഖമുള്ളത് സ്വരാജ് നിയമസഭയിൽ എത്തിയിരുന്നെങ്കിൽ മലമറിച്ചേനെമെന്നാണ്. പിണറായി തരംഗം ആഞ്ഞടിച്ച കാലത്ത് ഈ കുറ്റിച്ചൂലിനെ തൃപ്പൂണിത്തുറക്കാരെടുത്ത് നിലത്തടിച്ചു. പിന്നെയല്ലേ ഇപ്പോൾ? ഇയാൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നെങ്കിൽ കരണം പൊട്ടിച്ചത്തേനെ. അത്രയ്ക്ക് ഭീകരമായ അടിയടിച്ചേനേം ജനങ്ങൾ. ഇത്രയും ബുദ്ധിമാനും പ്രസംഗത്തൊഴിലാളിയും ഗ്രന്ഥകാരനുമായ തന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടാത്തത് എന്ന് ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഭരണം മാറി 2 മാസം കഴിയുന്നതിന് മുമ്പ് ഇത്തരം ഭീകരമായ മാനസിക ദുരന്തമാണ് ഇയാൾക്കുണ്ടായതെങ്കിൽ ഇനിയുള്ള 5 വർഷം എന്തു ചെയ്യും?
എന്നാൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. തൻ്റെ പാർട്ടിക്കാർ പോലും വോട്ട് മാറ്റിക്കുത്തിയത് കൊണ്ടാണ് പാർട്ടി കോട്ടകൾ പോലും തകർന്നടിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള കഴകത്ത് ഇദ്ദേഹത്തിനില്ല. കേരളത്തിലെ ഒരു മഹാദുരന്തം ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷത്തിലാണ് കമ്മികളല്ലാത്ത മുഴുവൻ ജനങ്ങളും. അഹങ്കാരവും വിളച്ചിലും വിവരദോഷവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ അന്തം കമ്മികൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും എത്രയോ അകലെയാണ് ഇപ്പോഴും. കമ്മികൾ ധരിച്ചു വച്ചിരിക്കുന്നത് അപാര ബുദ്ധിമാനും വാഗ്മിയുമായ ഒരു തീപ്പൊരി സഖാവാണ് ഈ സ്വരാജ് എന്നാണ്. 4 കൊട്ടേഷൻ കാണാപ്പാടം പഠിച്ചു പറയുന്നതല്ല വിവരം. പൂക്കളെപ്പറ്റി ഒരു പുസ്തകം എഴുതാൻ വിക്കിപീഡിയ അതുപോലെ പകർത്തി വച്ച ഗ്രന്ഥകാരനാണ്. ചോരശാസ്ത്രത്തിൽ ഡിപ്ലോമ എടുത്തിരിക്കുന്ന ദീപനടിയും മീരയടിയുമൊക്കെ ഈ പൂമരൻ്റെ ആരാധകരാണ്. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി കമ്മികൾ സ്വപ്നം കാണുന്നത് ഈ സ്വരാജിനെയാണ്. കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കാത്ത സ്വരാജിനെ പറ്റി ഇങ്ങനെ സ്വപ്നം കാണാൻ അവർക്കേ കഴിയൂ. കേരളത്തിലെ വിശ്വാസികളായ ഹൈന്ദവ സമൂഹത്തിന് ഈ മനുഷ്യൻ്റെ മുഖം കാണുന്നതേ വെറുപ്പാണ്. ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ എത്രമാത്രം മ്ലേച്ഛമായ ഭാഷ കൊണ്ടാണ് ഇയാൾ അപമാനിച്ചു വിട്ടത്. ഒരു മഹാദുരന്തമായി മാറിയ ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും പൊത്തും പോടും ശുദ്ധീകരിച്ച് നന്നാക്കിയെടുക്കേണ്ട കാലത്താണ് ഇപ്പോഴും ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന പ്രസംഗവുമായി ഇയാൾ നടക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിൻ്റെയോ സിദ്ധാന്തത്തിൻ്റെയോ പരാജയമൊന്നുമല്ല, ഈ അന്തം കമ്മികളുടെ വായിൽ കിടക്കുന്ന നാക്കാണ് ഈ പാർട്ടിയെ കുഴിച്ചു മൂടുന്നത്.